വേദിയിലിരിക്കുന്ന FITU സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ, ഈ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി, വേദിയിലിരിക്കുന്ന മറ്റ് സമുന്നതരായ നേതാക്കളെ, ഈ ഒരു സമ്മേളനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നാട്ടുകാരെ, തൊഴിലിനും തൊഴിലവകാശങ്ങൾക്കും വേണ്ടി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് FITU സംഘടിപ്പിച്ച സംസ്ഥാന സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ആദ്യമായി നേരുകയാണ്. തൊഴിലവകാശങ്ങൾക്കപ്പുറത്ത് തൊഴിലിനു വേണ്ടി തന്നെയും പോരാടേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത്. രാജ്യത്തിൻ്റെ തൊഴിലില്ലായ്മ നിരക്ക് എന്നുള്ളത് ഈ രാജ്യത്തെ ജനങ്ങളെ, വിശിഷ്യ ഈ രാജ്യത്തുള്ള വിദ്യാർത്ഥി യുവജനങ്ങളെയും അതിനെ അത്യധികം ബാധിച്ചുകൊണ്ട് തൊഴിലില്ലായ്മ നിരക്ക് സർവകാല റെക്കോർഡിലടക്കം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. തൊഴിലിനു വേണ്ടി പോരാടുന്ന സമയത്ത് തന്നെയും തൊഴിലവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തുക എന്നുള്ളത് മാന്യമായി തൊഴിൽ ചെയ്യാനും അതുപോലെ തന്നെ മാന്യമായ തൊഴിലിടങ്ങൾ സൃഷ്ടിക്കാനും വേണ്ടിയുള്ള പോരാട്ടങ്ങളാണ് തൊഴിലാളി സംഘടനകൾ FITU ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ തന്നെ സമ്പത്ത്, അത് വലിയ വിഭാഗം സമ്പത്ത് രാജ്യത്തിൻ്റെ കോർപ്പറേറ്റുകളിലേക്ക് കുന്നുകൂടി കിടക്കുകയും ഇവിടെ രാജ്യത്തിൻ്റെ മറ്റു സാധാരണക്കാരായ ജനങ്ങൾ എന്ന് പറയുന്നത് ഈ രാജ്യത്ത് നിരന്തരം പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്ന തൊഴിലുകളിൽ നിന്നും തൊഴിലിടങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷത്തിലാണുള്ളത്. ഈ തൊഴിലിടങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ആളുകൾ ഏത് തരത്തിലുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ രാജ്യത്ത് തൊഴിലിടങ്ങളിൽ നിന്നും പുറത്താക്കപ്പെടുന്നത് എന്നതിനെ കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വ്യത്യസ്ത ജനവിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ നിരന്തരം സാമൂഹ്യമായിട്ട് തന്നെ ഈ ഒരു രാജ്യത്തിന്റെ അധികാരത്തിൽ നിന്നും അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ മറ്റു സ്ഥാനങ്ങളിൽ നിന്നും ഇതുവരെയും പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ് ഈ പറയുന്ന തൊഴിലില്ലായ്മക്ക് ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മുടെ മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അത്തരത്തിലുള്ള യാഥാർത്ഥ്യത്തെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് FITU നടത്തുന്ന ഈ ഒരു പോരാട്ടങ്ങൾക്ക്, തൊഴിലിനും തൊഴിലവകാശങ്ങൾക്കും വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു സംഘപരിവാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇവിടെ രാജ്യത്ത് നടന്ന വ്യത്യസ്ത പ്രക്ഷോഭങ്ങൾ എന്ന് പറയുന്നത്, ഇവിടെ ഡൽഹിയിലൊക്കെ നടന്നിട്ടുള്ള വ്യത്യസ്ത പ്രക്ഷോഭങ്ങൾ, അതിലെ ഏറ്റവും മൂർച്ചേറിയ പ്രക്ഷോഭങ്ങൾ എന്ന് പറയുന്നത് ഇവിടെയുള്ള കർഷകരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും നയിച്ചിട്ടുള്ള പ്രക്ഷോഭങ്ങളായിരുന്നു. ആ പ്രക്ഷോഭങ്ങളാണ് ഇതുവരെയും സംഘപരിവാർ ഭരണകൂടത്തിന്, ഇവിടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിന് ഇവിടെ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയത് ഇത്തരത്തിലുള്ള ഇവിടെ പൗരത്വ പ്രക്ഷോഭവും, വിദ്യാർത്ഥികൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടത്തിയ പൗരത്വ പ്രക്ഷോഭവും അതുപോലെ തന്നെ ഇവിടെയുള്ള കർഷകർ നടത്തിയിട്ടുള്ള കർഷക പ്രക്ഷോഭമായിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഘപരിവാർ ഫാസിസത്തിനെതിരെ ഈ ഒരു വ്യത്യസ്ത ആളുകളുടെ ഐക്യത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് സംഘപരിവാറിനെതിരെയുള്ള, ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടം അതിന്റെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ സംസ്ഥാന കമ്മിറ്റിക്കും അതുപോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ നേതാക്കൾക്കും FITUവിന്റെ അടുത്ത കാലയളവിലേക്കുള്ള പുതിയ നേതൃത്വത്തിനും ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ എല്ലാവിധ സാഹോദര്യ രാഷ്ട്രീയ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അഭിവാദ്യങ്ങൾ.